ഹായ് ഡിയേഴ്സ്, ഇന്ന് ഈ വീഡിയോയിൽ CTM എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ക്ലെൻസറായിട്ട് യൂസ് ചെയ്യുന്നത് ഗാർണിയറിൻ്റെ മൈസെല്ലർ വാട്ടറാണ്. ഞാൻ കുളിച്ചിട്ട് ഫേസെല്ലാം നല്ലപോലെ വാഷ് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ്. എന്നിട്ടാണ് ഞാൻ ക്ലെൻസ് ചെയ്യുന്നത്. ഇത് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം വീണ്ടും എത്രത്തോളം ഡേർട്ട് എൻ്റെ ഫേസിൽ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ മാക്സിമം നല്ല രീതിയിൽ ക്ലിയറായിട്ട് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് പോയി കാണണേ. ഇനി രണ്ടാമത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ടോണർ. ഇത് പ്ലമ്മിൻ്റെ നിയാസിനിമൈഡ് റൈസ് വാട്ടർ ചേരുന്നൊരു ടോണറാണ്. നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒത്തിരി അടുത്ത് വെച്ച് സ്പ്രേ ചെയ്യരുത്, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം കേട്ടോ. ഇത് ഫേസിൽ നല്ലപോലെ അങ്ങ് അബ്സോർബ് ആയി പോയിക്കോളൂ, ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമതാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ യൂസ് ചെയ്യുന്നത് PACയുടെ ഒരു വാട്ടർ ബേസ്ഡ് അക്വാബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. ഭയങ്കര നല്ലതാണ്, ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവിടെ CTM മുടങ്ങാതെ എല്ലാവരും ശീലമാക്കുക. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിട്ടുണ്ട്, എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.